കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അലർജി എന്ന് പറഞ്ഞിട്ട്. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് തുമ്മാൻ വേണ്ടി മാത്രം എടുക്കാറുണ്ട്. കാരണം ബെഡ്ഷീറ്റിലുള്ള പൊടികളോ അല്ലെങ്കിൽ റൂമിലുള്ള പൊടികൾ പോലും അവർ അലർജി ട്രിഗർ ചെയ്യാറുണ്ട്. ഇപ്പോൾ തുമ്മൽ മാത്രമല്ല, ചില ആളുകൾക്ക് അത് കണ്ണ് ചൊറിച്ചിലായിരിക്കും, ചില ആളുകൾക്ക് അത് തൊണ്ട ചൊറിച്ചിലായിരിക്കും, ചില ആളുകൾക്ക് ചെവി ചൊറിച്ചിലായിരിക്കും, ചില ആൾക്ക് മൂക്കുന്ന ഒലിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ആ രൂപത്തിൽ അലർജി അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില ചെറിയ കുട്ടികൾ വരെ കഫക്കെട്ട് കാരണം അല്ലെങ്കിൽ ഈ കുറുകുറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ചില ആളുകൾക്ക് സ്കിന്ന് പ്രശ്നങ്ങൾ, ചൊറിയുക അല്ലെങ്കിൽ ചൊറിച്ചിൽ വരിക, ഒന്ന് ചൊറിയുമ്പോഴേക്ക് അത് പൊട്ടി ഒലിക്കുന്ന രക്തം വരുന്ന ഒരവസ്ഥ. ഇത്തരം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, അതായത് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എന്താണ് ഇതിനൊരു പരിഹാരം ഉള്ളത്? ഇതിനെങ്ങനെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും? അതിന് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിറാജ് സാറാണ്. Q&B ഹെൽത്ത് കെയറിലെ അലർജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞേക്കാൻ കൂടുതൽ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒന്ന് കേൾപ്പിച്ചു തരാം സാർക്ക്. ഇതെന്ത് ജീവിയാ? എത്താണ് എന്റെ പ്രശ്നം? ഈ സൈഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് അടച്ചിക്കുക, രണ്ട് കണ്ണില് തീ കടന്ന് ഇങ്ങനെ കത്തിയാണ്. അതായത് ഒരാൾ അലർജി ഉള്ള ആൾ എന്ത് ചെയ്യാണ്, അവരെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഈ ഒരു ഇങ്ങനൊരു തുമ്മൽ വരാനുള്ള കാരണം? അതിന് മുമ്പ് നമുക്ക് അലർജി എന്താണെന്നുള്ളതൊന്ന് പറയേണ്ടതുണ്ട്. നമ്മുടെ ബോഡിയുടെ ഹൈപ്പറായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് എന്ത് ചെയ്യുന്ന റിയാക്ഷൻ വരുന്നൊരു കണ്ടീഷനാണ് അലർജി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ബോഡിയിൽ എന്തൊരു സംഗതി വന്നാലും, ഇപ്പോൾ ഒരു പാത്തജൻ അസുഖം ഉണ്ടാക്കുന്ന എന്ത് സംഗതി കയറിയാലും ബോഡി എന്ത് ചെയ്യും, ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, അതിനെ ഡിഫെൻസ് ചെയ്യും, അതിനെ നശിപ്പിക്കാൻ എന്നുള്ളത്. അപ്പോൾ അത് നോർമലി ഉണ്ടാകുന്ന പ്രോസസ്സാണ്. പക്ഷേ ചില കണ്ടീഷനുകളിൽ നമ്മുടെ ബോഡിക്ക് ഹാംലെസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ്, അപ്പോൾ പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുക, ഓവറായിട്ട് ബോഡി തന്നെ പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോഴാണ് ഈ തുമ്മൽ, കഫക്കെട്ട്, അതേപോലെ തന്നെ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുക, ചെറിയ ചെറിയ ഒരു പനി പോലെ കൊച്ചിപ്പിടുത്തൊക്കെ അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ രാവിലെ ചോദ്യം അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെ ഈ ഒരു പ്രശ്നം കൂടാൻ കാരണം ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ട്രിഗറിങ് നല്ലോണം വരും. അതായത് ഇമ്മ്യൂണിറ്റി ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരവസ്ഥ വരും. ഇപ്പോൾ പ്രത്യേകിച്ച് രാവിലെ കൂടാൻ കാരണം ഒന്ന് തണുപ്പ് കാലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് ചില ആളുകൾക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് മാത്രമേ AC കിടക്കുന്ന ആളുകൾക്ക് ഇതേ പ്രശ്നം ഉണ്ടാകും. എല്ലാവർക്കും ഇല്ല, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, തണുപ്പ് പ്രശ്നമാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചില കണ്ടീഷനുകൾ, ചില അവസ്ഥകൾ എന്ത് ചെയ്യും, ആളുകളിൽ ഈ ഓവർ റിയാക്ഷൻ ഉണ്ടാക്കി കളയുന്നുള്ളത്. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുണ്ടാവുക. ചിലപ്പോൾ എന്താ പറയുക, സമയം തെറ്റി കുളിച്ചാലായിരിക്കും ഉണ്ടാവില്ലേ, ചിലപ്പോൾ ചില സ്മെല്ലുകളായിരിക്കും ഉണ്ടാവില്ലേ, ചിലപ്പോൾ ചില ഒരു ഫംഗസിൻ്റെ എന്തെങ്കിലും പ്രസൻസ് ആയിരിക്കും ഉണ്ടാവില്ലേ, ചിലപ്പോൾ പൊടിപടലങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തർക്ക് എന്ത് ചെയ്യും, ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓവർ റിയാക്ഷൻ മോർണിംഗിൽ കൂടുന്ന സമയത്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, തുമ്മൽ വരുന്നത് ആ ഒരു സമയത്ത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ കണ്ടീഷൻ വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ അലർജി രോഗികളോട് ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിൽ ഒരുപാട് റീസൺ ഉണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് നമ്മുടെ സ്കിന്നുണ്ടല്ലോ ഇങ്ങനെ ഷെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു മണിക്കൂറിൽ 30,000 മുതൽ 40,000 വരെ എന്ത് ചെയ്യുന്നുണ്ട്, കോശങ്ങൾ ഡെഡായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് ഒരു മണിക്കൂറിൽ. അപ്പോൾ നമ്മൾ രാവിലെ ബെഡിലേക്ക് പോയിട്ട് രാത്രി പോയി രാവിലെ എണീക്കുന്ന സമയത്ത് ഏകദേശം ഒരു 5-8 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ബെഡിൽ ടൈം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഷെഡിങ് അവിടെ നടക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. അത് ഒരാളാണെങ്കിൽ, ഇപ്പോൾ ബെഡിലാണെങ്കിൽ വൈഫും 2 പേരുണ്ട്, കുട്ടികളാരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിന് നമ്പർ കൂടിയുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആക്ച്വലി എന്ത് ചെയ്യാണ്, ഒന്ന് ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഹെയിൽ ചെയ്യുന്നൊരു കണ്ടീഷൻ വരും. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ തുമ്മലും പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അലർജി ഉള്ള ആളുകൾ ഒരിക്കലും ബെഡ്ഷീറ്റ് മടക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് സാധനം തന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള. അപ്പോൾ ഡസ്റ്റ് മൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണുമല്ലോ ഇതൊന്നും കണ്ണുകൊണ്ട്. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാം, അലർജി ഉള്ള ആളുകൾ ഇത് നന്നായിട്ട് അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അലർജി ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഈ ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ
നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തലയിണയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ഇത് ട്രിഗറിങ് ഉണ്ടാക്കി നല്ല തുമ്മൽ വരുത്തും. ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, തണുപ്പ് കാലത്ത് നമുക്ക് പല ആളുകൾക്കും അലർജി കൂടാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അലർജി? ഈ തണുപ്പ് കാലത്ത് ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ ആ ഒരു തണുപ്പിന് പ്രശ്നം ഉണ്ടാവും. ഒന്ന് ഈ തണുപ്പിന് സ്റ്റിമുലേഷൻ കാരണമായിട്ട് നല്ലോണം തുമ്മൽ വരുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ മൂക്കിൽ ഈ ശ്വസന ഇതുണ്ടല്ലോ, വായു പോണത്, അവിടെ നമുക്കൊരു മ്യൂക്കസ് ഉണ്ട്, നല്ല വെറ്റ്നസ് ആയി നല്ല വഴുവഴുപ്പുള്ളത്. ഇത് ഡ്രൈ ആവും, ഇത് ഉണങ്ങുന്ന അവസ്ഥ വരും. അപ്പം അത് കാരണമായിട്ട് എന്ത് ചെയ്യും, പല അലർജൻസ് പാത്തജൻസ് കാരണം ഡയറക്റ്റായിട്ട് നമ്മുടെ ശ്വാസകോശത്തിൽ എത്താനുള്ള സാഹചര്യങ്ങളോടെ കൂടുന്നുള്ളതാണ്. അപ്പോൾ അത് മൂലമായിട്ട് നല്ല ചുമയും കഫക്കെട്ടും അങ്ങനെ ഉണ്ടാകാറുണ്ട്. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ സ്റ്റിമുലേഷനോടെ കൂടുന്നു എന്നുള്ളതാണ്. സ്റ്റിമുലേഷൻ കൂടും. അത് മാത്രമല്ല ഹൈപ്പർ സെൻസിറ്റീവ് കൂടിയ ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരുന്നുള്ളത്. അപ്പോൾ തണുപ്പ് അവിടെ നല്ല രീതിയിൽ ക്യാരക്ടറായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതേ പറഞ്ഞ ചില കണ്ടീഷൻ ചെയ്ത ഓവർ റിയാക്റ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ നല്ല പ്രശ്നങ്ങൾ പെട്ടെന്ന് കൂടുതലായിട്ട് ആ സമയത്തുണ്ടാകും. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ നേരത്തെ തുമ്മലിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കാണിച്ച വീഡിയോയിലാണെന്നുണ്ടെങ്കിലും തുമ്മലിൻ്റെ വിഷയം സംസാരിച്ചല്ലോ. ഇപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പൊടി അടിക്കുന്ന സമയത്ത് ഈ തുമ്മൽ മാത്രമാണോ അലർജി ആയിട്ട് വരിക? അല്ലല്ല, അത് പല ആളുകൾക്കും പല തരത്തിലാണ് ഇത് പ്രതികരിക്കുക, ബോഡി റെസ്പോണ്ട് ചെയ്യുക. ചിലപ്പോൾ നല്ല തുമ്മലായിരിക്കും, അതിൻ്റെ കൂടെ ചിലപ്പോൾ തൊണ്ട ചൊറിയും, ചിലപ്പോൾ കണ്ണി ചൊറിയും, ചിലപ്പോൾ നല്ല മൂക്കുന്നത് ഇങ്ങനെ നീരൊഴിച്ചിങ്ങാണ്ട് നിൽക്കുന്ന അവസ്ഥ, മൂക്ക് ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ടായിരിക്കും. അത് ഓരോരുത്തർക്കും എന്ത് ചെയ്യും, ഓരോ തരത്തിലാണ് ബോഡി റെസ്പോണ്ട് ചെയ്യുക. ചിലപ്പോൾ നല്ല പനി വരും, കുളിരൊക്കെ വരുന്ന ഒരവസ്ഥ വരും. അതൊരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓക്കെയും ചെയ്യും. അപ്പോൾ അത് എല്ലാവർക്കും സെയിം ആകണമെന്നില്ല, അത് ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവും ബോഡി റെസ്പോണ്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ സാർക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതെന്ത് ജീവിയാ? എത്താണ് എൻ്റെ പ്രശ്നം? ഈ സൈഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് അടച്ചിക്കുക, രണ്ട് കണ്ണില് തീ കടന്ന് ഇങ്ങനെ കത്തിയാണ്. നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചത്, ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റും? പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ അത് നോർമലൈസ് ചെയ്തിട്ട് പോകാമെന്നുള്ളതാണ്. കാരണം ഇത് പൂർണ്ണമായിട്ട് മാറ്റാലും പ്രശ്നമാണ്. കാരണം അതൊരു ബോഡിയുടെ ഒരു മെക്കാനിസം, നമ്മുടെ പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ ബോഡി ചെയ്യേണ്ട ഒരു മെക്കാനിസമാണ്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് അതിൽ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യണം, പ്രോപ്പർ ഓവർ റിയാക്ഷൻ ഉള്ളത് നോർമൽ റിയാക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരുപാട് ലൈഫ് സ്റ്റൈൽ ക്യാരക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിലത് കുറച്ച് മെഡിസിൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൺട്രോളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ശരിക്കും ഇതുപോലെ അലർജികൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ? അലർജി ഉണ്ടാക്കാൻ പല കാരണമുണ്ട്. അത് സ്മെല്ല് പ്രശ്നമുണ്ട്, ചിലപ്പോൾ പോളൻ ഗ്രീൻസിൻ്റെ പ്രശ്നം വരാറുണ്ട്, പൊടിപടലങ്ങൾ പ്രശ്നം വരാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെറിയ പെറ്റ്സുകളുണ്ടല്ലോ അതിൻ്റെ സ്മെല്ല് പൊടിയിൽ നിന്നൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരാറുണ്ട്. പിന്നെ അതുപോലെ എൻവയോൺമെൻറ്റ് മാറുന്ന സമയത്ത് തണുപ്പ് ചൂടൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് പല തരത്തിലുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കണം. എല്ലാവർക്കും സെയിം ആണെന്നില്ല. അത് പല ആളുകൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ 4-5 ആളുകളുണ്ട്, ഒരാൾക്ക് ചിലപ്പോൾ തുമ്മൽ ചിലപ്പോൾ പൊടിയാവും, ചിലർക്ക് സ്മെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ അത് ഡിഫറെൻ്റ് ആകാം. അപ്പോൾ അത് ഓരോരോ ബോഡിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കാരണങ്ങൾ മാറും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയുള്ള അലർജി ഉള്ള ആളുകൾ ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അപ്പോൾ ഇമ്മ്യൂണിറ്റി നോർമലൈസ് ചെയ്യാനുള്ളത് ഒന്ന്, അവർ ടെസ്റ്റുകൾ കുറച്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് വൈറ്റമിൻ ഡി പ്രോപ്പറാണെന്ന് നോക്കണം. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര ലിങ്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല മാറ്റം വരും, അല്ലെങ്കിൽ ഓവറായിട്ടോ അല്ലെങ്കിൽ തീരെ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥകളൊക്കെ നല്ലോണം വരാറുണ്ട്. അപ്പോൾ അലർജി ഉള്ള ആളുകൾ പൊതുവേ ചെയ്യുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് വൈറ്റമിൻ ഡി പ്രോപ്പറാണോ നോർമലാണോ എന്നുള്ളത്. സാറേ, ഇപ്പോൾ സാറ് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണല്ലോ, ഈ രാത്രി ഭയങ്കര തുമ്മലായിരിക്കും. ഈ രാവിലെ പറഞ്ഞ പോലെ തന്നെ രാത്രി ഭയങ്കര തുമ്മലായിരിക്കും. അതെന്തുകൊണ്ടാണ് രാത്രി തുമ്മൽ കൂടാൻ കാരണം? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, കൂടും ആ സമയത്ത്. അതായത് കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ എന്ത് ചെയ്യും, ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ നമ്മൾ രാത്രിയുടെ പീക്ക് ടൈമിലാണെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ചെറിയ ഇൻഫ്ലമേഷൻസ് ഉള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ അതൊരു റീസണായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഹൈപ്പോത്തിസിസ് സ്റ്റഡീസുകളാണ്. ഇനി അതേപോലെ മറ്റൊന്ന് പറയുന്നത്, നമ്മുടെ ഒരു ചില ഫുഡുകൾ രാത്രി കഴിച്ചത് എന്ത് ചെയ്യും,
ഈ ഒരു നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും, അത് ചിലപ്പോൾ എന്ത് ചെയ്യും റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് വരൽ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതൊരു റീസൺ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ രാത്രി സമയത്താണ് കൂടുതൽ തണുപ്പ് പീക്കിലേക്ക് പോകാം. ആ തണുപ്പ് നല്ല സ്റ്റിമുലേഷനിലെത്തുമ്പോൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ബ്ലഡിലുള്ള ഡസ്റ്റുകൾ എന്ത് ചെയ്യും നമ്മൾ തന്നെ മൂക്കിലേക്ക് ശ്വസിച്ചു പോകും. അതേപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നാസൽ ഇത് എന്ത് ചെയ്യും ഡ്രൈനസ് കൂടും. അപ്പോൾ അങ്ങനെയുള്ള പല റീസണുകൾ ഉണ്ടെന്നുള്ളതാണ്. ഒന്ന് എന്ത് ചെയ്യുക, ഈ കോർട്ടിസോൾ കുറയുന്നത് ഇൻഫ്ലമേറ്ററി റിലേറ്റഡ് ആയിട്ട് സ്റ്റഡീസുകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അലർജി ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് ചെയ്യണം പറയുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും? ടെസ്റ്റുകൾ നമ്മൾ സിമ്പിളായിട്ട് ടെസ്റ്റുകളുണ്ട്. അതായത് CBC ചെയ്താൽ തന്നെ ഈസിനോഫിലിക്കിൻ്റെ എമൗണ്ട് നോക്കാം, അല്ലെങ്കിൽ ടോട്ടൽ സ്പെസിഫിക് ആയുള്ള ടെസ്റ്റുകളുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഡി നോക്കണം. വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണത്. ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നല്ല അലർജി ഉണ്ട്, അത് ഈവൻ ചൊറിച്ചിലാണെങ്കിലും ശരി, ബോഡി ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി, വൈറ്റമിൻ ഡി പ്രോപ്പറാണോ എന്നുള്ളത് നോക്കണം. അതുപോലെ IgE നോക്കണം. IgE പൊതുവെ അലർജിയുള്ള ആളുകൾ നോക്കേണ്ടതാണ്. മിക്ക ആളുകളും കൂടുതലാവേണ്ടത് അത് നമ്മൾ അലർജിക്കെതിരെ ബോഡി ഉണ്ടാക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ് അത് IgE. അപ്പോൾ അത് എത്രത്തോളം എമൗണ്ട് ഉണ്ടെന്ന് നോക്കുക എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ലൈഫ് സ്റ്റൈലുകളും കാര്യങ്ങളും മാറ്റം കൊണ്ടുവരണം. അപ്പോൾ അതിന് പറ്റിയൊരു സംഗതി മഞ്ഞളുണ്ടല്ലോ, അത് നല്ല എഫക്റ്റ് ചെയ്യുക. IgE കുറക്കാനും ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ പറ്റിയതാണ് കുർക്കുമിൻ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യണം ബോഡി മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ പ്രോപ്പറാക്കാൻ ശ്രദ്ധിക്കും. ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ പിന്നെ വൈറ്റമിൻ ഡി ഇതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബോഡി ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ പുകച്ചിൽ ഉണ്ടാകുക, കയ്യും കാലും വേദനകൾ, നീർക്കെട്ടുകൾ നല്ലോണം കൂടുക, ഇങ്ങനത്തെ പ്രശ്നം, ജനറൽ വീക്ക്നെസ് നല്ലോണം ബോഡിയിലുണ്ടാകും. അതേപോലെ മുടി കൊഴിച്ചിൽ കൂടുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പൊതുവേ ആളുകൾക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൂട്ടാൻ വേണ്ടി നമുക്ക് പാലുൽപ്പന്നങ്ങൾ വളരെ നല്ലതാണ്, അതിന് പ്രശ്നമില്ല. പക്ഷേ അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം, അത് എല്ലാവർക്കും പറ്റില്ല, അതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ മീനുകൾ, പിന്നെ നോൺ വെജ് ഐറ്റംസുകളൊക്കെ എന്ത് ചെയ്യാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു എല്ലാ ആളുകൾക്കും അത് ഇപ്പോൾ പോസിബിൾ അല്ല. കാരണം മിക്ക ആളുകളും എന്താണ് അതിനെതിരെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കുക. അതുപോലെ വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തണുപ്പ് ആളോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടീഷൻ കുറയും. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിരിക്കുള്ള ഒരു മൈൻഡും അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക പ്രോപ്പറായിട്ടൊരു വെയിൽ കൊള്ളുന്ന സിറ്റുവേഷനും എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ കൂട്ടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചൊരു ഇമ്മ്യൂണിറ്റി കിട്ടാനും വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ പല ആളുകളും തെറ്റിദ്ധാരണ കുറച്ച് മുമ്പ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഇളം വെയിലുകൾ കൊള്ളണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് സ്റ്റഡീസ് പിന്നെയും മാറിയിട്ട് പിന്നെ ഉച്ചക്കുള്ള സമയത്താണ് കൊള്ളേണ്ടതെന്നുള്ളൊരു ശരി ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും വൈറ്റമിൻ ഡി ശരീരത്തിൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സമയത്താണ് വെയിൽ കൊള്ളേണ്ടത്? വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നല്ലത് പറഞ്ഞാൽ ഒരു ആഫ്റ്റർ 10 മണി മുതൽ വൈകുന്നേരം 4 മണി 5 മണിനുള്ളിലായിട്ട് വെയിൽ കൊള്ളുക എന്നുള്ളത്. ഈ വെയിൽ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാകെ വെയിൽ കൊള്ളാൻ ഫുൾ ടൈം വെയിൽ കൊള്ളാൻ ദിവസം ഒരു 1/2 മണിക്കൂർ 20 മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക വെയിൽ കൊള്ളാനും. അത് ഒന്നാകെ നല്ല ചൂട് കിട്ടുന്ന രീതിയിലൊന്നും കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു സമയത്തുള്ള വെയിലാണ് നല്ലോണം എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം അലർജികളായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ QNB ഹെൽത്ത് കെയർ ഇപ്പം അലർജി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ OP ആണ്. അപ്പോൾ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അലർജി ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സിറാജ് ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെ നമുക്ക് QNBയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സാറേ നമ്മളിപ്പം അലർജി ഉള്ള ആളുകൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ അലർജി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ അലർജി ഉള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും കഴിക്കണം എന്ന് പറയുന്ന ഭക്ഷണം എന്തൊക്കെയായിരിക്കും? ഇതിൽ ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും നമ്മൾ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കുറക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് കുറുക്കുമേ അതിൽ മഞ്ഞൾ എന്ന് പറയും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളത്. ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി പ്രോപ്പറാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മഞ്ഞൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂട്ടുന്നത് നല്ലതാണ്. അതുപോലെ സ്പൈസസുകളുണ്ടല്ലോ നമ്മളെ കുരുമുളക്, അതുപോലെ തിപ്പല്ലി, പിന്നെ ഗ്രാമ്പു, പട്ട, ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളത്. അതുപോലെ വെളുത്തുള്ളി പോലൊക്കെ അതൊക്കെ ഇത് കൂട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഇമ്മ്യൂണിറ്റി അത് നോർമൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ സംഗതിയാണ് നമ്മളെ ഒമേഗ 3
ചെറു മത്സ്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഒമേഗ 3 എന്ത് ചെയ്യും നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻസും അലർജിക് റിയാക്ഷൻസ് കുറക്കാൻ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കണം, നാരുകളടങ്ങിയ ഭക്ഷണം നല്ലോണം കഴിക്കുക എന്നുള്ളത്. ഈ നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ത് ചെയ്യും ബോഡിയിൽ നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും. അത് നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ എന്ത് ചെയ്യുക നല്ലോണം കഴിക്കുക. പക്ഷേ അത് കഴിക്കുന്ന ടൈം ഇമ്പോർട്ടൻ്റാണ്. ചില ആളുകൾക്ക് ഭയങ്കര ഓവർ റിയാക്ഷൻ വരും അതിൻ്റെ ഒരു കോൾഡ്നെസ് കാരണമൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളൊരു രാവിലെ ഒരു 10 മണിക്ക് ശേഷം വൈകുന്നേരം 4 മണി 5 ഉള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ ചില നമ്മൾ ആളുകൾ പറയാറുണ്ട് നിങ്ങൾ ഈ രാത്രി സമയത്ത് ചിലപ്പം ഈ ചെറുപഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അലർജി രാത്രി സമയത്ത് കൂടി വരുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മോർണിംഗിൽ കഴിക്കുകയാണെങ്കിൽ അത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഒരു ഫ്രൂട്ടും നമ്മുടെ എൻവിയോൺമെൻറ്റും നമ്മുടെ ബോഡിയും ഇതെല്ലാം ലിങ്ക്ഡാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഓക്കെ, ഇപ്പോൾ അങ്ങനെ നമ്മൾ ചോദിക്കുന്നത്, അതായത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മളെ അലർജിയുള്ള ആളുകൾ ഒഴിവാക്കണം എന്നുള്ളത്. അതെന്തൊക്കെയായിരിക്കും? ഒന്ന്, നമ്മൾ കൂടുതൽ പുളിയുള്ള സംഗതികൾ നിർബന്ധമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ജനറൽ ആയിട്ടുള്ള വിഷയമാണ്. ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ ജനറലി നോക്കുകയാണെന്നുള്ളതാണ്. ഒന്ന്, ഈ തൈര് ഉണ്ടല്ലോ, തൈര് നല്ലതാണ്. പക്ഷെ നല്ല പുളിയുള്ള തൈര് നല്ല തണുപ്പോട് കൂടി കഴിച്ചാൽ എന്ത് ചെയ്യും പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോർണിംഗിൽ കുറച്ചൊക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ രാത്രി സമയത്ത് കഴിക്കുന്ന പരമാവധി ഒഴിവാക്കുക. അതുപോലെ തണുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പാലും നല്ല രീതിയിൽ അലർജിക് റിയാക്ഷൻസും ബ്ലോട്ടിങ്ങും വയറിന് പ്രശ്നങ്ങളുള്ള ആൾക്ക് അത് ഒഴിവാക്കേണ്ടതാണ് ഉചിതം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഈവൻ മറ്റു പഴങ്ങളാണെങ്കിൽ പോലും മോർണിംഗ് സമയത്ത് എന്ത് ചെയ്യുക കഴിക്കുക, രാത്രി സമയത്ത് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക ഒഴിവാക്കാൻ വേണമെന്നുള്ളതാണ്. പിന്നെ കരിച്ചത് പൊരിച്ചത് വറുത്തതുമായിട്ടുള്ളതും ഇൻഫ്ലമേഷൻ കൂട്ടുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, ബ്ലോട്ടിങ് വരുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷനാണ്, ശ്വാസന കിട്ടുന്നില്ല. അപ്പോൾ അതിനൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ വയറിൽ എന്തുണ്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ അല്ല അവിടുത്തെ ദഹന വ്യവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അത് മൂലം തന്നെ നമുക്ക് എന്ത് ചെയ്യും ഗ്രാജ്വലി പിന്നെ അലർജി പ്രശ്നങ്ങൾ ആയി വരാറുണ്ട്. അപ്പോൾ നമ്മുടെ മോഷൻ എപ്പോഴും കറക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് തടസ്സമുള്ള കരിച്ചതും പൊരിച്ചതും അമിതമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്ന ശീലങ്ങൾ, പിന്നെ ഫ്രൂട്ട്സ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ, ഫൈബേഴ്സ് ഒന്നും ഇല്ലാതെ കഴിക്കുന്ന ശീലങ്ങൾ, മയോണൈസ് പോലെയുള്ളത്, ഹെവി ഫുഡുകൾ അമിതമായിട്ട് കഴിക്കുക, അതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ മെല്ലെ കുറക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ വല്ലാതെ അലർജി കൂട്ടാറുണ്ട് എന്നുള്ളത്. അത് ശരിയാണോ? ഫ്രിഡ്ജിൻ്റെ പ്രശ്നമാണ് അലർജിയുള്ള ആളുകൾക്ക്. തണുപ്പ് വലിയ ട്രിഗറിങ് ഉണ്ടാക്കുന്ന സാധനം. അത് നമ്മൾ സീസൺ ഇപ്പോൾ തണുപ്പാണല്ലോ. അപ്പോൾ ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. തണുപ്പ് വല്ല താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ബോഡിനെ ഓവർ റിയാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ തണുപ്പുള്ളത് തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതന്നെ പരമാവധി ഒഴിവാക്കുക. ഇനി നല്ല സാധനമായിരിക്കാം, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തണുപ്പ് മാറിയതിന് ശേഷം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നതാണ്. ചില തൈര് ഒക്കെ ആയിരിക്കും, പക്ഷേ തൈരുകൊണ്ടായിരിക്കില്ല അവിടെ പ്രശ്നം വരിക, ചിലപ്പോൾ അതിൻ്റെ തണുപ്പ് കൊണ്ടായിരിക്കും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോർമലാക്കി കഴിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം ചില ആളുകൾക്ക് കാണാറില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില ഫുഡുകളുണ്ട്, ഈ ചോറ് കഴിച്ചാൽ ചില ആളുകൾക്ക് അത് ഈവൻ തുമ്മൽ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റിപ്പീറ്റഡ് കുക്കിംഗ് ഒക്കെ എന്ത് ചെയ്യാണ് അവിടെ പ്രശ്നമാണ്. പരമാവധി എന്ത് ചെയ്യുക ഫ്രിഡ്ജ് യൂസേജ് കുറയ്ക്കുന്നതാണ് ഉചിതം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ അലർജി വരാറുണ്ട്. അതായത് തുമ്മലായിട്ടോ അല്ലെങ്കിൽ കഫക്കെട്ടായിട്ടോ അല്ലെങ്കിൽ കുറുകുറുപ്പായിട്ട് കാണാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല കുട്ടികളും ഇപ്പോൾ എന്താണ് ചെറുപ്പത്തിലും 1-ാമത്തെ വയസ്സിലും 2-ാമത്തെ വയസ്സിലൊക്കെ നെബുലൈസേഷനും പിന്നെ ഇങ്ങനത്തെ തുമ്മലും കഫക്കെട്ട് പനിക്കായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി അവർ ഇമ്മ്യൂണിറ്റി നല്ലോണം വീക്കാണ്, അല്ലെങ്കിൽ അമിതമായിട്ട് ബോഡിയെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണെന്നുള്ളതാണ്. അപ്പോൾ അത് വരാൻ റീസൺ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, വളരുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി മെച്ചേർഡ് ആകുന്ന ഒരു ടൈമാണ്. ആ ഒരു സമയത്ത് ബോഡിയുടെ ശരീരം എന്ത് ചെയ്യുന്നത് നമ്മൾ പുറത്തേക്ക് വന്നു ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, കുഞ്ഞ് അവിടെയുള്ള വിഷയങ്ങൾ മറ്റ് പൊരുത്തപ്പെട്ടു പോകുന്ന സമയമാണ്. അപ്പോൾ കുട്ടി പുറത്തേക്ക് ഇറങ്ങണം, മണ്ണിൽ കളിക്കണം, അവരുടേതായ എൻവയോൺമെൻറ്റിൽ പോകുമ്പോൾ മാത്രമാണ് ബോഡി അതിനനുസരിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടി വരുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ഹൈജീനിക്കായിട്ട് കുട്ടീനെ പുറത്തേക്ക് ഇറക്കുന്നില്ല, കുളിപ്പിക്കുമ്പോൾ ഒരുപാട് നല്ല സോപ്പ് ഇട്ട് തേച്ച് കുളിക്കുന്നു, അങ്ങനെ ആയി വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടിക്ക് പിന്നീട് എന്തെങ്കിലും ചെറിയ അടുത്തുകൂടി എന്തെങ്കിലും ഒരു ജലദോഷം പോയാൽ പെട്ടെന്ന് ബോഡിക്ക് എന്ത് ചെയ്യും ബാധിക്കും, റിയാക്ഷൻ വരും, അല്ലെങ്കിൽ ബോഡിക്ക് അത് താങ്ങില്ല. അപ്പോൾ പെട്ടെന്ന് കഫക്കെട്ടിൻ്റെ പ്രശ്നം ഇമ്മ്യൂണിറ്റി നല്ല പ്രശ്നങ്ങളായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് ആ ഒരു സമയത്ത് നമ്മൾ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെയാണ് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ വന്നാൽ ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് ഒരിക്കലും കൊടുക്കരുത്. അത് പൊതുവെ വളർച്ചയോട് അനുബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ മോശം ചിലപ്പോൾ ഒന്ന് കൂടും, അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ചെറിയ ചൂടൊക്കെ വരും. അപ്പോഴേക്കും നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കരുത്. കാരണം അവരുടെ ഗട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ പ്രോപ്പറായിട്ട് ദഹനം കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ഇമ്മ്യൂണിറ്റി മെച്ചൂർഡ് ആക്കുന്നുള്ളൂ. അപ്പോഴേ
നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഡാമേജ്ഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നത്, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രമേ നിങ്ങൾ മെഡിസിൻ കഴിക്കാൻ പാടുള്ളൂ. പിന്നീട് ഇനി അഥവാ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ അതേ സാധനം എടുത്ത് നിങ്ങൾ കൊടുക്കരുത്. ഡോക്ടറെ അടുത്ത് പോകാം, വേണമെങ്കിൽ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ യൂസ് ചെയ്യരുത്. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ആ ഒരു സമയത്ത് കിട്ടേണ്ട ഒരു സംഗതിയാണ് ഇമ്മ്യൂണിറ്റി മെച്ചുറേഷൻ എന്നുള്ളത്. അത് അപ്പോൾ നമുക്ക് കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ അത് കാലാകാലം എന്ത് ചെയ്യും, ആ പ്രശ്നം കൂടെയേ ഉള്ളൂ. അപ്പോൾ ആ ചെറുപ്പത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളെ നോക്കുന്ന സമയത്ത് പാരൻസ് ശ്രദ്ധിക്കണം, അതായത് ചെറിയ കുട്ടികളെ വളർത്തുന്ന സമയത്ത് പാരൻസ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ആവശ്യത്തിന് വൃത്തികളും കാര്യങ്ങളും വേണം, ഓവർ ആകാതെ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കുറച്ചൊന്ന് പുറത്ത് മണ്ണിലൊക്കെ ഒന്ന്, പൊതുവെ നമ്മൾ പണ്ട് കാലങ്ങളിൽ കളിക്കുന്ന കളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കളിക്കേണ്ട ഒരു സംഗതിയാണെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും എല്ലാതും കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിൽ നേരത്തെ മുലകുടി നിർത്തുന്ന കുട്ടികളുണ്ട്. 6 മാസം ആവുന്ന സമയത്ത് മുലകുടി നിർത്തുക, എന്നിട്ട് മറ്റൊരു സപ്ലിമെൻ്റ് കഴിക്കുക. അത് പാടില്ല. മുലകുടി എന്തായാലും ഒരു 2 വർഷം തന്നെ മിനിമം നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു സമയത്ത് ഇമ്മ്യൂണിറ്റി കിട്ടൽ വളരെ ഇമ്പോർട്ടൻറ്റ്. എൻ്റെ അടുത്ത് വരുന്ന IBS, IBD അലർജിക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ചില കേസ് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇവർക്ക് മിക്ക ആളുകൾക്കും നേരത്തെ 6 മാസം 7 മാസം മുമ്പിൽ ഈ മുലകുടി നിർത്തിയ കേസുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റഡീസുകളുണ്ട്. കാരണം ഇമ്മ്യൂണിറ്റി മെച്ചറാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ മുലകുടി വളരെ, ആ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഉടനെ തന്നെ എന്ത് ചെയ്യരുത്, മെഡിസിൻസ് കൊടുക്കരുത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റും. അപ്പോൾ ഒരു കുട്ടിക്കൊരു ലൂസ് മോഷൻ വന്നാൽ എന്തോ പറ്റിയോ, ഗ്യാസിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും പറ്റാത്തതുണ്ടോ, അത് നോക്കുക എന്നുള്ളതാണ്. കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് സ്പെസിഫിക് ആയുള്ള ട്രീറ്റ്മെൻറ്റിന് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് എത്ര വയസ്സ് വരെ മുല കൊടുക്കണം? 2 വയസ്സൊക്കെ ഒരു ആവറേജ് 1.5-2 വയസ്സിനുള്ളിൽ എന്തായാലും കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 6 മാസം 7 മാസം ആകുമ്പോൾ ചെറിയ രൂപത്തിൽ എന്തെങ്കിലും സോളിഡ് ഫുഡുകളൊക്കെ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ മുലകൂടി ഇമ്പോർട്ടൻ്റ് ഈ ഒരു സമയത്തിനാകുക. ആ ഒരു സമയത്താണ് നമ്മൾ ആക്ച്വലി ഒരു മെച്ചോർഡ് രീതിയിലേക്ക് പോകുന്നത്. ചില ആളുകൾ അതിന് ശേഷം കൊടുക്കാറുണ്ട്, അങ്ങനെയും കാണാറുണ്ട്. മാക്സിമം ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ കുട്ടിയുടെ വളർച്ചയിൽ ആ ഒരു മാക്സിമം ടൈമിലൊന്ന് കീപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ കുട്ടികളുടെ വിഷയങ്ങൾ സംസാരിച്ചു, ജനറലായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ പല ആളുകൾക്കുള്ളൊരു ഇപ്പോൾ ഓട്ടോഇമ്മ്യൂൺ പ്രശ്നങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ, പിന്നെ അലർജി ഉള്ള ആളുകൾക്ക് ഈ മുട്ടുവേദന അല്ലെങ്കിൽ സന്ധിവേദനകളൊക്കെ വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അലർജി ഇല്ല. അലർജി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിയുടെ ഓവർ റിയാക്ഷനാണ്, ഇൻഫ്ലമേഷൻ ബോഡിയിൽ നല്ലോണം ഉണ്ടാകും. അപ്പോൾ ഈ ഈസിനോഫീലിയ നല്ലോണം ഉണ്ടാകുന്ന ഒരു ടൈമാണ് അലർജി ഉള്ള ആൾ. നമ്മൾ CBC ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈസിനോഫിലിക് എലമെൻ്റൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയെ ജോയിൻറ്റുകൾ മസിൽസിൽ എന്ത് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ വരും. അതാണ് ആക്ച്വലി അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഇത് മാറില്ല. നമ്മൾ കാൽമുട്ട് വേദന എന്ന് പറഞ്ഞിട്ട് അവിടെ ഒഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചൂട് പിടിച്ചാലോ വലിയ തരത്തിൽ അത് റിലാക്സേഷൻ കിട്ടില്ല. കാരണം അത് എന്താണ്, ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു അലർജിയുടെ പ്രശ്നങ്ങൾ കുറയുമ്പോൾ അത് കുറയും, ഇത് കൂടിയാൽ അതും കൂടും. അത് ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് തന്നെ അത് കുറയ്ക്കണം. ഓക്കെ. അപ്പോൾ ഇത്തരം അലർജി നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ Q1Bൻ്റെ കീഴിലുള്ള അലർജി സ്പെഷ്യൽ OP തിങ്കളും ശനിയാഴ്ചയും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സിറാജ് സാർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ സിറാജ് സാറുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സും ഇതിന് വില്ലിംഗ് ആയിട്ട് നമ്മളെ Q1Bയിലുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം അലർജിയുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം, അതല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് സംശയമായിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആവുന്ന സമയങ്ങളിൽ അവർക്ക് നിങ്ങൾക്ക് മറുപടി തരാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സിൻ്റെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ അലർജി ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ ബെഡ്റൂം എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? ബെഡ്റൂമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പേസ് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മളൊരു ലൈഫിൽ. അപ്പോൾ അത് നമ്മൾ നല്ലോണത്തിന് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ആളുകൾക്ക് നമ്മൾ ഡ്രൈനെസ്സിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താണ് നല്ല രീതിയിലുണ്ടാകും. നമ്മളിപ്പോഴും നമ്മൾക്കറിയാം, നമ്മൾ കുളി റൂമിൽ വാഷ്റൂമിൽ എപ്പോഴും ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും വാതിൽ തുറക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഹ്യൂമിഡിറ്റി നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് വരാനും പൂപ്പലുകൾ വരും, നമുക്ക് കാണില്ല. അപ്പോൾ ഇനി അതൊന്നുമില്ല, ഇപ്പോൾ ചില വീടുകളിൽ നമ്മൾ വാഷ്റൂമിൽ എന്തുണ്ടാവും, തോർത്തുകൊണ്ടുണ്ടാവും.
ഈ ഒരു അല്ലെങ്കിൽ പഴയ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടിടും. അതിന്മേൽ നമ്മൾ കാണാത്ത ഈ പൂപ്പലുകൾ വരും. അത് നല്ല രീതിയിൽ അലർജി ഉള്ള ആളുകൾക്ക് ട്രിഗറിങ് ഉണ്ടാക്കും. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മുടെ ഔട്ട് ഫാൻ ഉണ്ടല്ലോ പുറത്തേക്ക് പോകണം, അതെപ്പോഴും ഓപ്പൺ ആക്കിയിടണം. നമ്മളൊരു വാഷ്റൂമിൽ പോയി വന്ന വേഗം ടോയ്ലറ്റ് വർക്കുകയും ചെയ്യുക, അത് കുറച്ച് സമയം നല്ല രീതിയിൽ ഓപ്പൺ ആക്കുക. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യണം, അവിടെ നിന്ന് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം. അതേപോലെ തന്നെയാണ് ഈ ചില ആളുകൾ ഡ്രസ്സ് ഉണക്കാൻ എന്ത് ചെയ്യും, അലക്കിയിട്ട് റൂമിലിടും, ഫാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഫാൻ ഇടതിൻ്റെ വേഗം ഉണങ്ങലോ എന്ന് കരുതിയിട്ടിടുന്നുള്ള, പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ അതിലുള്ള വേപ്പേഴ്സ് എന്താണ് ആ എൻവയോൺമെൻറ്റിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ നീരിറക്കം, കഫക്കെട്ട്, തുമ്മലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി അതേപോലെ നമ്മൾ പലപ്പോഴും മിസ്സിങ്, അപ്പോൾ നമ്മൾ ചില വീട് അറ്റാച്ച്ഡ് വാഷ്റൂമുള്ള ആളുകൾ പൂപ്പലുണ്ടായിരിക്കും. നമ്മൾ കാപ്പിലറി റൈസിങ് ആയിട്ട് നമ്മുടെ ചുമരൊക്കെ വിണ്ട് കയറി അല്ലെങ്കിൽ അങ്ങനെ വീർത്ത് വരിക, പെയിൻ്റൊക്കെ പോയിട്ടുണ്ടാകും. ആക്ച്വലി അവിടെ എന്താ ഒരു നനവുണ്ട്, ആ നനവ് കാരണം അവിടെ പൂപ്പലും വരുന്നുണ്ട്. അത് നമുക്ക് പൂപ്പലായിട്ടേ ഉള്ളൂ, പക്ഷേ അതിന് നല്ല ഫംഗസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്പോറ് നല്ലോണം ബാധിക്കും. അപ്പോൾ അങ്ങനെ അറ്റാച്ച്ഡ് വാഷ്റൂമുള്ള റൂമുകൾ നമ്മൾ നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ കാപ്പിലറി റൈസ്, ചിലപ്പോൾ വാഷ്റൂം ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ അപ്പുറത്തുള്ള എന്തെങ്കിലും നനവ് കാരണമായിട്ട് പൂപ്പൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ചുമരിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് നോക്കണം. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ കഫക്കെട്ടുള്ള ആളുകൾക്കും ഈ കഫക്കെട്ട് പെട്ടെന്ന് അലിഞ്ഞു പോകാൻ നമുക്ക് എന്തെങ്കിലും ഒറ്റമൂലികളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒറ്റമൂലികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസിക് റീസൺ കൊണ്ട് പോയില്ല, പക്ഷെ നമുക്ക് കുറയ്ക്കാം. ഇപ്പോൾ ചുക്ക് കാപ്പി നല്ലൊരു ഓപ്ഷനാണ്. ചുക്ക്, ഗ്രാമ്പു, പട്ട, ഞാൻ എപ്പോഴും പറയുന്ന സംഗതി. അതേപോലെ വെളുത്തുള്ളി, തേനൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ അകത്തേക്ക് കഴിക്കണം, നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മൾ നല്ല ചുടുവെള്ളം മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആവി നല്ലോണം പിടിക്കുക, നമുക്ക് തുളസി ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, നല്ല ചില ആളുകൾ ഉപ്പിട്ടിട്ടൊക്കെ പിടിക്കാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് തുളസിയാണ്. തുളസി ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ അത് സഹായിക്കും. ഇപ്പോൾ ഒരാൾക്ക് നല്ല ഹെവിനെസ്സും കഫക്കെട്ടും സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം 4-5 നേരമൊക്കെ പിടിക്കാൻ നല്ല രീതിയിലുണ്ടെങ്കിൽ കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കുറയ്ക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്പൈസസും കാര്യങ്ങളൊക്കെ എടുത്താൽ തന്നെ എന്ത് ചെയ്യും, കുറയും അത്. ഇപ്പോൾ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ്, ചില ആളുകൾ വിദേശത്തൊക്കെ നിൽക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ നാട്ടിലെത്തിയാൽ അവർക്ക് ഭയങ്കര അലർജി ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെയുണ്ട്? ചില പേഷ്യൻസ് തന്നെ പറയും, ഇവിടെ പ്ലെയിന് വന്ന് ഇറങ്ങിയിട്ടുള്ള സ്വിച്ച് ഇട്ട മാതിരി തുമ്മൽ തുടങ്ങും എന്നുള്ളതാണ്. അത് നമ്മുടെ ഹ്യൂമിഡിറ്റി അവിടെ നല്ലോണം വർക്കൗട്ട് ചെയ്യും. അതായത് ഗൾഫിലുള്ളത് ഒരു ഡ്രൈ എയറാണ്, നമ്മളിവിടെ ഒരു വെറ്റ്നെസ് കൂടിയ ഒരു എൻവയോൺമെൻറ്റ് നമുക്കുള്ളത്. അപ്പോൾ അതുമൂലം എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. അതും ഈ പറയുന്നത് ഇവിടെ ബോഡിയുടെ ഹൈപ്പർ റിയാക്ഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ. അപ്പോൾ ഞാൻ അവരോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകൾ ഞാൻ പറയാം, നീരിറക്കെന്ന് പറയും, നമ്മൾ നാടൻ ഭാഷ പറയുന്നത് നീർക്കെട്ട് വരെ നീരിറക്കം വരെ നേരത്തെ കുളിക്കാൻ പറയും. ഞാൻ പൊതുവേ പറയുന്നത്, നിങ്ങൾ രാവിലെ എന്ത് ചെയ്യാം, ഒരു 8 മണിയാവണതിന് മുമ്പിൽ നല്ല തല നനച്ച് കുളിക്കുക. പിന്നെ അതേപോലെ തന്നെ ഫാനിൻ്റെ ഉപയോഗം നല്ലോണം ശ്രദ്ധിക്കുക. ഫാൻ നല്ലോണം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നല്ല സ്പീഡിൽ നേരെ ചൂടെ കിടക്കരുത്, സ്പീഡൊന്ന് കുറയ്ക്കുക, മെല്ലെ സൈഡിലോട്ടൊന്ന് മാറിയിട്ട് കിടക്കുക. അത് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇടാം, അല്ലെങ്കിൽ ഓഫാക്കിയിടുന്നതാണ് ഉചിതം. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ സമയം തെറ്റി കുളിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഇത് കൺട്രോളാക്കാം. ഓക്കെ. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സാർ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അലർജി കാരണങ്ങൾ എന്താണ്, ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങളെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് അടുത്ത തവണ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സംശയങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ Q&B ഹെൽത്ത് കെയറിൻ്റെ കീഴിൽ അലർജി സ്പെഷ്യൽ OP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയാണ് ഇതിൻ്റെ OP ടൈം വരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ സിറാജ് സാറാണെന്നുണ്ടെങ്കിലും അവർ ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെ ഇതിന് അവൈലബിൾ ആണ്. അവിടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ മറ്റൊരു ഹെൽത്ത് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിറാജ് സാറാണ്, Q&B ഹെൽത്ത് കെയറിൽ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.